أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മാ ആമനത്ത്, അവിടെ മാ നീട്ടണം. അതുപോലെ തന്നെ ആമനത്ത് ആമനത്ത് എന്നുള്ള ഉച്ചാരണമാണ് പറയുന്നത്. മാ ആമനത്ത് ഖബ്ലഹും, ബാന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. ഖബ്ലഹും മിൻ ഖറിയത്തിൻ, അവിടെ മണിച്ചിട്ടാണ് ഖബ്ലഹും, അവിടെ രണ്ട് മീമുണ്ട്. ഖബ്ലഹും മിൻ ഖറിയത്തിൻ, അവിടെ രണ്ട് മീം ഒരുമിച്ച് വന്നപ്പോൾ ഒരു മീമിനെ മറ്റേ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചിട്ട് മിൻ ഖബ്ലഹും മിൻ ഖറിയ, മിൻ ഖറിയത്തില്ല മിൻ ഖറിയ, മിൻ ഖറിയത്തിൻ, അവിടെ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, ഖറിയത്തിൻ എന്ന് പറയാൻ പാടില്ല, മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ. കാരണം തൻവീന് ശേഷം പിന്നെ ഹംസ വന്നവിടെ. ഖറിയത്തിൻ അഹ്ലക്നാഹ അഫഹും യുഅ്മിനൂൻ. നിർത്തുമ്പോൾ കുറച്ച് നീട്ടിയിട്ട് നിർത്താം. അഫഹും യുഅ്മിനൂൻ. പിന്നെ വമാ അർസൽനാ ഖബ്ലക, ഖബ്ലക ബാഉൻ സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. വമാ എന്നുള്ളിടത്ത് നീട്ടണം. അതുപോലെ തന്നെ ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, റിജാലൻ നൂഹി, റിജാലൻ എന്നുള്ള തൻവീനിന്റെ നൂനും നൂഹി ഇലൈഹി എന്നുള്ള തൻവീനിന്റെ നൂനും ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെ ഇത് കാണിച്ചു റിജാലൻ നൂഹി, റിജാലൻ നൂഹി ഇലൈഹിം. നൂഹി എന്നുള്ളിടത്ത് കുറച്ച് നീട്ടണം. യാതിന് ശേഷം പിന്നെ ഹംസ വന്നു. നൂഹി ഇലൈഹിം ഫസ്അലൂ, അവിടെ നീട്ടണം. ഫസ്അലൂ അഹ്ലദ്ദിക്ർ, അഹ്ലദ്ദിക്രി, അഹ്ലദ്ദിക്രി ഇൻ കുന്തും, ഇൻ കുന്തും എന്നല്ല, ഇൻ കുന്തും ലാ തഅലമൂൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു അദ്ഗാസ് അലാമാണ് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഥവാ പാഴ് സ്വപ്നങ്ങളാണ്. അപ്പോൾ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. നല്ല സ്വപ്നം കണ്ടാൽ എന്താ ചെയ്യേണ്ടത്, ചീത്ത സ്വപ്നം കണ്ടാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ. അതുപോലെ തന്നെ നല്ല സ്വപ്നം എന്ന് പറയുന്നത് നുബുവത്തിൻ്റെ 40 ഭാഗങ്ങളിൽ ഒരു ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് തുടങ്ങുന്നതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നല്ല സ്വപ്നങ്ങളാണ് പ്രവാചകൻ ആദ്യമായി കൊണ്ട് കിട്ടിയത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹ്റായിൽ പോയിരുന്ന സന്ദർഭത്തിൽ പ്രവാചകന് ആദ്യമായി വഹീൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ വരുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ, പ്രവാചകൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങളെല്ലാം പ്രഭാതം പുലർന്നതുപോലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പുലർന്നതായിക്കൊണ്ട് കാണുന്നു. അതൊരു പിന്നെ പ്രവാചകത്വത്തിന്റെ തുടക്കമായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നല്ല സ്വപ്നങ്ങൾ പ്രവാചകത്വത്തിന്റെ 40 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് നമുക്ക് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചാണ്. പിന്നെ ഈ ആയത്തുകളൊക്കെ പിന്നെ അവർ പറഞ്ഞു ഫല്യഅ്തിനാബി ആയത്തിൻ കമാ ഉർസിലൽ അവ്വലുൻ, ഇതിനു മുമ്പുള്ള ആളുകൾക്ക് അയക്കപ്പെട്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്.
അതുപോലെ ഞങ്ങൾക്കും ഒരു ദൃഷ്ടാന്തം നീ കൊണ്ടുവരൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടിയാണ് മാ ആമനത് ഖബ്ലഹും മിൻ ഖറിയത്തിൻ. മാ ആമന എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടില്ല, ഈമാൻ കൊണ്ടിട്ടില്ല. ഖബ്ലഹും എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പ്, അഥവാ അക്കത്തെ മുശ്രിക്കുകളുടെ മുമ്പുള്ള ആളുകൾ അവർ ഈമാൻ കൊണ്ടവരായിട്ടില്ല. മിൻ ഖറിയത്തിൻ, ഒരു നാട്ടിലുള്ളവർ, ഒരു പ്രദേശത്തുള്ളവർ. ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ ഗ്രാമം എന്ന് പറയുമ്പം ഇപ്പം മുറയിലങ്ങാടി ഒരു ഗ്രാമമാണ്, കൊഞ്ഞ് മസ്ലാരങ്ങാടി വേറൊരു ഗ്രാമമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ അയക്കപ്പെട്ട ഒരു നാട്, അതാണ് ഖറിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പ്രവാചകൻ ഒരു നാട്ടിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഖറിയത്ത്. അതല്ലാതെ ഇവിടെ മോഹം കഴിഞ്ഞാൽ വെള്ളാമ്പറം കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിലല്ല, പൂക്കൂട്ടിൽ അങ്ങനെയല്ല. അത് ഒരു പ്രവാചകൻ, അതുകൊണ്ടാണ് വമാ അർസൽന പിന്നെ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലേക്കും നാം പ്രവാചകൻ അയക്കാതിരുന്നിട്ടില്ല എന്നിട്ട് എന്ന് പറഞ്ഞാൽ മോങ്ങത്തേക്ക് ഒരു പ്രവാചകൻ, വെള്ളാമ്പറത്തേക്ക് വേറെ പ്രവാചകൻ, അങ്ങനെയല്ല. ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവരിലേക്ക് ഒരു പ്രവാചകൻ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. അതൊരു പക്ഷേ ഒരു ഗോത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഗോത്രങ്ങളായിരിക്കാം, ഒരു സമൂഹമായിരിക്കാം. കാരണം ഇന്നത്തെ ഒരു ഗ്രാമത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരു പിന്നെ കൺസെപ്റ്റ് അല്ലല്ലോ അന്നുള്ളത്. ഇന്നത്തെ രാജ്യത്തിൻ്റെ, ഇന്നിപ്പോ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബൗണ്ടറി ഉണ്ടല്ലോ. ഇപ്പൊ മക്ക എന്ന് പറഞ്ഞാൽ മക്കൾക്കൊരു ബൗണ്ടറി ഉണ്ടാവും ഇന്ന്. അന്നിപ്പോ മക്ക എന്ന് പറഞ്ഞാൽ ആ ഹറമിന് ബൗണ്ടറി ഉണ്ടതല്ലാതെ മക്കൾക്ക് എന്തില്ല. കാരണം ഒരു പിന്നെ എന്താ പറയാ, ഒരാളൊരു സ്ഥലത്തിറങ്ങി താമസിച്ചാൽ അത് അയാളുടെ പിന്നെ ഭൂമി. അത് അന്നത്തെ രാജ്യത്തെ അതിർത്തികളൊന്നുമില്ല, ബൗണ്ടറികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു രാജ്യത്ത് ഇപ്പോൾ മക്ക പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ ഒരു ഭൂമി കണ്ടു, അയാൾ അവിടെ കൃഷി ചെയ്തു, അയാളവിടെ താമസിക്കുകയാണെങ്കിൽ ആ ഭൂമി അയാളുതാണ്. അങ്ങനെ പണ്ട് കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹദീസിൽ കാണാം, കൃഷിയില്ലാത്ത ഭൂമി ഒരാൾ കുറേ കാലം കൊണ്ട് വെച്ച് കിടന്നാൽ അത് പിന്നീട് അയാൾ അവിടെ വസ്തുള്ള ഭൂമി തന്നെ, പക്ഷെ അയാൾ എന്തെങ്കിലും അവിടെ കൃഷിയൊന്നുമില്ല. കൃഷിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒരാളോട് പറമ്പ് വെക്കാൻ വെച്ച് അയാൾ 10 കൃഷി നമ്മൾ പോയി കൃഷി ചെയ്ത് നമ്മളുണ്ടാവില്ല. അവിടുത്തെ ഒരു സിസ്റ്റം ഇതായിരുന്നു. അവിടെ ഒരാൾ പോയി കൃഷി ചെയ്താൽ പിന്നെ അയാളുടേതാണ് ആ ഭൂമി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വെച്ചാൽ ഭൂമി ഉള്ളവൻ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് പണിയെടുക്കാത്ത കൈക്കൂട്ടും പിക്കാസ് ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് കൈക്കോട്ട് പിക്കാസൊക്കെ ഇടക്കൊന്ന് പറമ്പിലൊന്ന് കുത്തിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഭൂമിയിൽ പണിയെടുക്കാനുള്ള ആയുധമാണ്. ആ പണിയെടുക്കേണ്ട സ്ഥലത്ത് പണിയെടുക്കാതിരിക്കുമ്പോൾ അത് നല്ല. കാരണം ഇവിടെ ഭൂമി കൃഷി ചെയ്തിട്ട് ഉണ്ടായിട്ട് വേണം ഇവിടെ ആളുകൾക്ക് തിന്നാൻ. അത് ഓരോരുത്തർ ഭൂമിയുണ്ട്, ഓരോരുത്തർ കൈക്കോട്ടുണ്ട്, വിക്കാസ് ഉണ്ട്, ഓരോന്നും ചെയ്യണില്ലെങ്കിൽ അതെടുത്ത് കൊത്തുണോന്നെ ജയിക്കാരം ഭൂമി എന്നാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചില ഹദീസുകൾ കാണാം. പണിയായുധങ്ങൾ വീട്ടിലുണ്ടായിട്ടും അത് പണിയായുധങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ. ഞാൻ പറഞ്ഞ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ഒരു നാട്, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഗ്രാമം, അതല്ല ഒരു സമൂഹം എന്നർത്ഥം. ഖബലഹും മിൻ ഖറിയത്തിൻ, ഒരു നാട്ടിൽ ആ നാടും വിശ്വസിച്ചിട്ടില്ല. എങ്ങനെയുള്ള നാടാണ്? അഹ്ലക്നാഹ, നാം ആ നാടിനെ നശിപ്പിച്ചിരിക്കും. അഥവാ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ഒരുപാട് നാടുകളുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ് സമുദായം, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും തന്നെ നാം മുമ്പ് നശിപ്പിച്ച ആളുകളൊന്നും തന്നെ വിശ്വസിക്കാത്തവരായിരുന്നു. അഫഹും യുഅ്മിനൂൻ, എന്നിട്ടാണ് അപ്പോൾ അവർ വിശ്വസിക്കുന്നത്. ഇത് അള്ളാഹ് എപ്പോഴാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഓരെപ്പോലെ ദൃഷ്ടാന്തം വേണം, മുസാ നബിനെ പോലെ തങ്ങത്ത് വേണം, ഇത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താ? അതൊന്നും കണ്ടിട്ട് ഓരെന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അവരന്ന് എന്ത് ചെയ്ത് നശിപ്പിച്ചാണ് കടല്. അത് ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈസാ നബിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള കൗമിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ കണ്ടിട്ട് അവരൊന്നും വിശ്വസിച്ചിട്ടില്ല. എൻ്റെ ബബ്ബരാണ് വിശ്വസിക്കാൻ പോണ്. അത് അള്ളാഹ് ചോദിക്കണം.
മാ ആമനത് ഖബലഹും മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, നാം മുമ്പ് നശിപ്പിച്ച ഒരു ഖൗമും മുമ്പ് വിശ്വസിച്ചിട്ടില്ല. അതിനേക്കാളൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ അഫഹും യുഅ്മിനൂൻ, എന്നിട്ട് ഇപ്പൊ ആ ഖൗമ് വിശ്വസിക്കാത്ത, ഇതിലും വലിയ സാധനങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാത്ത ആളുകളാണോ ഈ അതിൻ്റെ പിന്നെ ഈ ആളുകൾ എന്ത് ചെയ്യുക, ഇത് കണ്ടാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം കണ്ടാൽ വിശ്വസിക്കുന്നതിനേക്കാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഫിറൗനും അതുപോലെ തന്നെ മുമ്പുള്ള ആളുകൾക്ക് വിശ്വസിക്കണം. കാരണം മൂസാ നബിൻ്റെ പിന്നെ ദൃഷ്ടാന്തങ്ങളും അതുപോലെ തന്നെ ഒട്ടകം, അള്ളാഹുവിൻ്റെ ഒട്ടകം കണ്ട് മലമൊന്നുകൊണ്ട് ഇറങ്ങി വരികയാണ്. ആലോചിച്ച് നോക്കണം, ഒരു മലൻ്റെ ഓൾന്ന് മലമെന്ന് ഒട്ടകം കണ്ട് ഇറങ്ങി വരികയാണ്. അതും കണ്ടിട്ട് വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, അവർ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ മക്കത്തെ മുശ്രിക്കുകൾ ഇനി അതിനപ്പുറമല്ലാതെ എന്ത് കണ്ടാലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണ്. ഒരു ദൃഷ്ടാന്തം അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താ വെച്ചാൽ അതിനെന്തെങ്കിലും ന്യായീകരണം കണ്ട് അപ്പുറത്ത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാലോ, ചന്ദ്രനെ പിളർത്തി പ്രവാചകൻ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി അവർക്ക് അറിയിപ്പ് കൊടുത്തു. റസൂലുള്ളാഹി ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു മാസത്തെ വൈദൂരമുണ്ട്. അത് കഴിഞ്ഞ് 7 ആകാശത്തേക്ക് പോയി അവിടുന്ന് തിരിച്ചു വന്നു. ഇത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. പ്രവാചകന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആൻ അവർക്ക് മുമ്പിൽ ഓതി കൊടുത്തു. ഇതൊന്നും കണ്ടിട്ട് വിശ്വസിക്കില്ല. ഇനി ഇതൊന്നും പിന്നെ മുമ്പുള്ളവർ വിശ്വസിക്കാത്ത പോലെ ഇവരും വിശ്വസിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അവരുടെ മറ്റൊരു ആരോപണത്തിനുള്ള മറുപടി പറയാം. ലോകത്തുള്ള എല്ലാ ആളുകളും വിശ്വസിക്കണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ മുശ്രിക്കുകളിൽ പൊതുവായ ഒരു വിശ്വാസം എന്താ വെച്ചാൽ, മനുഷ്യന്മാരിലേക്ക് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരെന്ത് ചെയ്യാൻ പാടില്ല, നബിമാരായിട്ട് വരാൻ പാടില്ല. എന്ത് ചെയ്യണം, മലക്കുകൾ വരണം. ഇത് ഈ 40 വയസ്സ് വരെ നമ്മളെപ്പോൾ ഇങ്ങനെ നടന്ന് കളിച്ച് ചിരിച്ച് നടന്ന ആളല്ലേ. ഓം എന്നുകൊണ്ട് ഇപ്പോഴും നബിയാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നബി ആണെങ്കിൽ ആര് വരണം, മലക്കാണ്. നമ്മളെപ്പോലെ നമ്മളൊന്ന് കളിച്ചിരി നടക്കാതെ മലക്കുകളായിരിക്കണം എന്നാണ് മക്കത്തെ മുശ്രിക്കുന്നതിന് മുമ്പുള്ള ആൾക്കാരും പറഞ്ഞിരുന്നു. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നത്. വമാ അർസൽനാ ഖബലക ഇല്ലാ റിജാലുൻ നൂഹി ഇലൈഹിം, നിനക്ക് മുമ്പ് നാം ആരെയും അയച്ചിട്ടില്ല. വമാ അർസൽനാ ഖബലക, മുമ്പ് നാം ആരെയും അയച്ചിട്ടില്ല. ഇല്ലാ റിജാലൻ, അവിടെ റിജാല് രണ്ടർത്ഥമുണ്ട്. അത് പുരുഷന്മാരും അർത്ഥമുണ്ട്, മനുഷ്യന്മാരും അർത്ഥമുണ്ട്. കാരണം മനുഷ്യന്മാര് പ്രവാചകനായി നിയോഗിച്ചതിനെ വിമർശിച്ചപ്പോഴാണ് യാത്രക്കണത്. മനസ്സിലായോ? മനുഷ്യന്മാരെ പ്രവാചകനായി നിയോഗിച്ചപ്പോഴാണ് യാത്രക്കണം. അത് വിശുദ്ധ ഖുർആൻ തന്നെ പിന്നെ നമുക്കത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ കാണാം. പിന്നെ ഭൂമിയിൽ സൂറത്തുൽ ഇസ്രായിൽ തന്നെ കാണാം. ലൗ കാന ഫിൽ അർദി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. ഭൂമിയിൽ മുഴുവനും മലക്കുകളാണ്, കുട്ടിക്കോളികൾ സമാധാനത്തോടുകൂടി നടക്കുന്ന മലക്കുകളാണെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല, ആകാശത്തിൽ നിന്ന് നാം ഒരു മലക്കിനെ റസൂലായിട്ട് ഇങ്ങോട്ട് ഇറക്കുമായിരുന്നു. മലക്കുകൾക്ക് ആരാ റസൂലായി വരേണ്ടത്? മലക്കാണ്. മനുഷ്യന്മാരിലേക്ക് ആരാ വരേണ്ടത്? മനുഷ്യനാണ്. ഇത് നിങ്ങൾ ആലോചിച്ചു, ഇനി ഒരു മലക്ക് വന്നിട്ട് റസൂലായി നൂറ്റികൾ നാല് വിശ്വസിക്കോ? വിശ്വസിക്കൂല. പരീക്ഷിക്കുക ചെയ്യാം. ഇപ്പം ഉദാഹരണം പറഞ്ഞുതരാം. അപ്പം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പ് വെക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യണം? പട്ടിണി എടുക്കണ്ടേ? പട്ടിണി എടുക്കണം. അപ്പൊ മലക്ക് വന്നിട്ട് പറയാണ്, ഇതാ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് നോമ്പ് വെക്കണം. നോമ്പ് വെക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കണം. ഇതൊരു മലക്ക് വന്നിട്ട് പറയാൻ നോട്ടിക്കോളി. അപ്പൊ എന്താ ആൾക്കാർ അറിയാം, നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ, അത് ഇങ്ങോട്ടല്ലോ, നിങ്ങൾക്ക് നല്ല സുഖമല്ലേ, നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ, നിങ്ങൾക്ക് തിന്നണ്ട. അങ്ങോട്ട് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടെങ്കിൽ നമുക്ക് തിന്നാ അങ്ങോട്ട് നമ്മളോട് തിന്നണ്ട അറിയാം. അതുണ്ടാകുക, പരിഹാസം ഉണ്ടാകുക. മാത്രവുമല്ല മലക്കുകളെ സംബന്ധിച്ച് അത്ര ഉറക്കമില്ല, ക്ഷീണമില്ല. അതുപോലെ തന്നെ പിന്നെ ആണും പെണ്ണും വ്യത്യാസമില്ല, കുടുംബബന്ധമില്ല.
ഓരോ മലക്ക് വന്നിട്ട് പറയുന്നത് കുടുംബ ബന്ധത്തിനോട് സൂക്ഷ്മത കാണിക്കണം, ഭാര്യയ്ക്കുള്ള കടമകളുണ്ട്, ഭർത്താവിന് കടമകളുണ്ട്. അപ്പോൾ ആൾക്കാരെന്താ പറയുക, നിങ്ങൾക്കല്ല സുഖമാണല്ലോ, നമ്മളിപ്പം ഇടങ്ങരുത് എന്ന് പറയും. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ മലക്കിനെ പ്രവാചകനായി നിയോഗിച്ചാലും ഇടങ്ങാറാണ്, അപ്പൊ നിയോഗിക്കാത്തതിന്റെ കുറ്റം. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഭൂമിയിൽ മലക്കുകളായിരുന്നുവെങ്കിൽ മലക്ക് റസൂല, മലക്കിന് എന്ത് ചെയ്യും, നാം റസൂലായി നിൽക്കും. ഇനി ഒരു മനുഷ്യനെ പ്രവാചകൻ, അതാണ് റിജാൽ എന്ന് പറഞ്ഞ ഒന്നാമത്തെ അർത്ഥം എന്താ വെച്ചാൽ മനുഷ്യൻ എന്നാണ്. ഒരു മനുഷ്യനെയാണ് നാം ഇതിനു മുമ്പ് എല്ലാ കൗമിലേക്കും അയച്ചിട്ട്. കാരണം മനുഷ്യന്മാരിലേക്ക് മനുഷ്യന്മാരാണ് വരേണ്ടത്, അതും അവരിൽ നിന്ന് വരണം, അവരുടെ ഭാഷ അറിയുന്ന, അവരുടെ കൂടെ ജീവിച്ച. അതുകൊണ്ടാണ് ഏതൊരു റസൂൽ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ ഖൗമിന്റെ ലിസാനിലാണ് ആ പ്രവാചകൻ അയക്കുള്ളൂ. ആ ലിസാൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടില് ഭാഷ സംസാരിക്കുന്ന പ്രവാചകനായി. അതുകൊണ്ടാണ് മക്കത്തെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന ഖുറൈശികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികളുടെ ഭാഷയായിരുന്നു ഏറ്റവും നല്ല ഭാഷ അവിടെ കൂട്ടത്തിൽ. അപ്പൊ ഇവിടെ മനുഷ്യന്മാരായിക്കൊണ്ട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കും. കാരണം മനുഷ്യന്മാരായി വന്നാലാണ് മനുഷ്യന്മാരുടെ പ്രയാസങ്ങളും മനുഷ്യന്മാരുടെ ദുഃഖം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മറക്കുന്ന പോലെ ഞാൻ മറക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേദനയുള്ളതുപോലെ എനിക്ക് വേദനയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കാരം 4 റക്അത്ത് നിസ്കാരം 2 റക്അത്തായി നിസ്കരിച്ച് സലാം വീട്ടി. അപ്പൊ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയാണ്. അപ്പൊ ആർക്കും നബിനോട് പറയാൻ പിന്നെ ഒരു ധൈര്യമില്ല, എന്താ ഇപ്പൊ സംഭവിച്ച്, 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ നബി. അപ്പൊ ദുൽയദൈൻ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന്റെ കൈകൾ കുറച്ച് നീളമുള്ളതായിരുന്നു, അതുകൊണ്ട് ദുൽയദൈൻ എന്ന് പറഞ്ഞു. 2 കൈയുള്ള ആളെന്ന് അർത്ഥം. നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെയാണ്, പക്ഷെ മുപ്പർക്ക് ആ പേരിട്ടാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് കൈ നീളുണ്ട്. അപ്പൊ ആ ദുല്യദൈൻ എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, നബിയെ, നിസ്കാരം നുസീത്, നിങ്ങൾ മറപ്പിക്കപ്പെട്ടതാണോ അതല്ല നിസ്കാരം ചുരുക്കപ്പെട്ടതാണോ? അപ്പൊ നബി പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, നിസ്കാരം ചുരുക്കിയിട്ടില്ല. ഞാൻ മറന്നിട്ടില്ല, നിസ്കാരം ചുരുക്കിയിട്ടില്ല. അപ്പ സഹാബത്ത് പറഞ്ഞു, നബി ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. 2 റക്അത്ത്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ കൗമിന്റെ വിശ്വാസം എന്താ, ലോകത്തിലുള്ള റസൂലാക്കൾ ഇപ്പൊ നിസ്കരിച്ച നിസ്കാരം എത്ര റക്അത്ത് നബിക്ക് ഓർമ്മയില്ല, മനസ്സിലായില്ല. അതാ മനുഷ്യരെന്ന് പറഞ്ഞു, മനുഷ്യൻ. അപ്പോഴാണ് വിശ്വാസം പറഞ്ഞത്, ഞാൻ നിങ്ങളെപ്പോലെ മറക്കും, ഞാൻ മറന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ. എത്രത്തോളം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ഖുർആൻ ഓതിയപ്പോൾ ഒരായത്ത് വിട്ടുപോയിട്ടുണ്ട്. ഖുർആൻ ഓതിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരായത്ത് വിട്ടു. സഹാബത്തിന്റെ ഇത് ഉപയോഗിക്കുന്ന അത് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ എന്താ വെച്ചാൽ അള്ളാഹ് മറപ്പിക്ക. ഖുർആൻ ഇറങ്ങിയാക്ക റസൂലുള്ളാഹിക്ക്, ആ റസൂലുള്ളാഹിക്ക് ഖുർആൻ ഓതുമ്പോൾ അപ്പൊ അതിനെ പറ്റി സഹാബത്ത് പറഞ്ഞു കൊടുക്കും. ഇതെന്തിനാ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഇബ്രത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നാൽ ആ മറവി നമുക്ക് ഗുണപാടാണ്. കാരണം നമ്മൾ ഇമാമ് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ആരാ പഠിപ്പിച്ചു, പിന്നെ പഠിപ്പിക്കണ്ടേ. അപ്പൊ അതിന് നബിയിൽ മാതൃക ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യൻ ആവുമ്പോഴാണ് മറവി സംഭവിക്കുക. പ്രവാചകന് മുറിവ് പറ്റിയിട്ടുണ്ട്, റസൂലക്ക് രോഗമുണ്ടായിട്ടുണ്ട്, പ്രവാചകന് കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഭാര്യമാരുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ ഒരു പ്രവാചകനാണ്. മറ്റേന്ന് വെച്ചാൽ മലക്കിന് ഇതൊന്നുമില്ല. മലക്കിന് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, അതായിരിക്കും പിന്നെ വലിയ ആക്ഷേപം. നിങ്ങൾക്ക് ഇതൊന്നുമില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും മനുഷ്യന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാര്. രണ്ടാമത് വെച്ചാൽ റിജാൽ എന്നാണ് അതോടെ പ്രയോഗിച്ചിട്ടുള്ളത്. റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ പ്രവാചകനായി നിയോഗിക്കപ്പെടാത്തത്? അപ്പൊ നമുക്കറിയാം, വഹി മുമ്പ് പറഞ്ഞല്ലോ, ആരാ നബി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, വഹിയുള്ള പുരുഷന്മാരെ നബി ആകുള്ളൂ. ആയിക്കോട്ടെ ബാക്കി കൂടെ പോട്ടോ. വഹിയുള്ള പുരുഷന്മാരെ എന്താകുള്ളൂ, നബിയാകുള്ളൂ. മൂസാ നബിന്റെ ഉമ്മക്ക് വഹി ഉണ്ടായിട്ടുണ്ട്, മറിയം ബീവിക്ക് വഹി ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും എന്തല്ല, പ്രവാചകന്മാരല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകളുടെ എന്ത് കൈകാര്യകർത്താക്കൾ. നമ്മൾ സൂറത്ത് താഹ പറഞ്ഞു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും പഴം തിന്നിട്ടും കുറ്റം കൊടുത്തല്ല. ആദമു റബ്ബഹു, ആദം നബി തന്റെ റബ്ബിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞു. ഹവ്വാ ബീവിനെ പറ്റി മുണ്ടിയോ? പക്ഷെ പഴം നിന്നപ്പോ അക്കലാ മിൻഹാ എന്ന് പറഞ്ഞു, അവർ 2 പേരും തിന്നു എന്ന് പറഞ്ഞു.
രണ്ടുപേരും തിന്നിട്ടും കുറ്റം ആർക്ക് കിട്ടിയേ? ആദ്യ നബിക്കാണ്. കാരണം എന്താ? അരിജാന കവ്വാമ. ആദ്യ നബി തിന്നിട്ടില്ലെങ്കിൽ ആയിരുന്നില്ല, അഭൂമിയൊന്നുമില്ല. മനസ്സിലല്ലേ? ആദ്യ നബി തിന്നിട്ടെങ്കിൽ അഭൂമിയൊന്നുമില്ല. അപ്പൊ കുറ്റം അതുകൊണ്ട് തന്നെ നേതൃത്വം പുരുഷന്മാർക്കാണ് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, സ്ത്രീകളെക്കാളും മനക്കരുത്തും ശാരീരിക ശക്തിയും ക്ഷമയും ഒക്കെ ആർക്കുണ്ടാകുക? പുരുഷന്മാർക്ക്. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ഖബർ സിയാറത്തും ഈ തജ്ഹീസുൽ മയ്യത്ത് ഉണ്ടല്ലോ, മയ്യത്ത് മറമാടൽ പെണ്ണുങ്ങളെ ഏൽപ്പിക്കാഞ്ഞ്? അതൊന്ന് ഏൽപ്പിച്ചു നോക്കിയാണ്. നമുക്കൊരു മയ്യത്ത് മോങ്ങത്താട് പെണ്ണുങ്ങൾ ഏൽപ്പിച്ച മയ്യത്ത് ഖബർക്കാറില്ല. മാത്രമല്ല, ഖബർക്കൊരു പെണ്ണുങ്ങാൻ ഇറങ്ങണ സങ്കല്പിച്ചു. പണ്ട് പുളിക്കല് ലൈറ്റ് എക്സിബിഷൻ നടന്നപ്പോൾ ഒരു ഖബറോടെ ഉണ്ടാക്കി വെച്ചിന്. അവിടെ കണ്ടിട്ട് ഖബർ കണ്ടിട്ട് എത്ര പെണ്ണുങ്ങൾ നോളിച്ച് ബോധം പറ്റുന്നുണ്ടായിരുന്നത്. നമ്മുടെ പുളിക്കല എക്സിബിഷൻ ആ BM-ന്റെ അടുത്തുള്ള അവിടെ ഖബർ ഉണ്ടാക്കി. ഒറിജിനൽ ഖബറില്ല, അപ്പോൾ ആളെ കടത്താനുള്ള ഖബറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഖബർ ഉണ്ടാക്കി വെച്ചിട്ട്. ഇത് അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ ഖില്ലത്ത് സബറാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സബർ ഉണ്ടാവില്ല. പക്ഷെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടി എന്താ? ഉള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് പ്രത്യേകമായി വളർത്തിക്കൊണ്ടുവന്ന ആളുകളെയാണ് നബി എന്താക്കുക? പ്രവാചകനാക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചത്, മൂസാ നബി സുപ്രഭാത നബി ആയതാണോ? അല്ലല്ലോ. മൂസാ നബി എവിടെ മുതൽ അള്ളാഹ് സംരക്ഷിക്കുന്നുണ്ട്? കുട്ടിയായത് മുതൽ അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടല്ലോ മൂസാ നബി. ഖുർആൻ എന്ന് പറഞ്ഞല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രഭാത നബി ആയതാണോ? അല്ല. ഈസാ നബി സുപ്രഭാതത്തിലായതാണോ? ഈസാ നബി എവിടുന്ന് സംരക്ഷിക്കുന്നുണ്ട്? ജനിച്ചത് മുതൽ ഈസാ നബിക്ക് അത്ഭുതങ്ങളില്ലേ? നബി അതിന് ശേഷമാണോ? അല്ല. അപ്പൊ പുരുഷന്മാരെ തന്നെ എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവാചകന്മാരാകാൻ പറ്റൂല. അതിനല്ല സംരക്ഷിച്ച് ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്ന ആളുകളെ പുരുഷന്മാർ തന്നെ എന്ത് ചെയ്യുള്ളൂ? പ്രവാചകൻ ആവുകയുള്ളൂ. പ്രവാചകത്വം കൊതിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നബി ആകാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ച ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, മക്കത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാൻ റസൂൽ അവസാനത്തെ പ്രവാചകനെ വരാൻ സമയമായിട്ടുണ്ട്. മുഹമ്മദ് എന്നായിരിക്കും പേര്. അപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ കുറെ ആൾക്കാർ തങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്നൊക്കെ പേരിട്ടു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ കള്ളപ്രവാചകത്വം ബാധിച്ച ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാചകൻ എന്ന ആൾ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി. ഇവിടെ അള്ളാഹ് പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് റിജാലുൻ നൂഹി ഇലൈഹിം, നാം അവരിലേക്ക് വഹി കൊടുത്ത ഒന്നുകിൽ മനുഷ്യന്മാരായിരിക്കും, അതല്ലെങ്കിൽ പുരുഷന്മാരായിരിക്കും. മാത്രമല്ല, നമുക്കറിയാം ഒരു നബി എന്ന് പറയുമ്പോൾ ആ നബിയാണ് ആ സമൂഹത്തിൻ്റെ എല്ലാം. കാരണം എന്താ വെച്ചാൽ, നിസ്കാരത്തിൽ ഇമാമം നിൽക്കേണ്ടത് ആ നബിയാണ്, ജിഹാദ് നിൽക്കേണ്ടത് നബിയാണ്, ഖുത്ബ നടത്തേണ്ടത് നബിയാണ്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ഏത് നേതൃപരമായ കാര്യങ്ങളുണ്ടെങ്കിലും അതിലേക്ക് ഇടപെട്ട് നേതൃസ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് ഒരു നബി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കഴിയും, ഒത്തു പറയാൻ കഴിയും. അതുപോലെ തന്നെ അപ്പൊ ചില പെണ്ണുകൾ ചോദിക്കും, എന്താ ഇപ്പൊ ഒരു പെണ്ണിന് കുത്തു പറഞ്ഞാൽ? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറഞ്ഞു നോക്കിയല്ലോ. നിങ്ങൾ ആലോചിച്ച്, ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പാടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്ന് വെച്ചാൽ അത് പെണ്ണുങ്ങളോട് ചെയ്ത കാരുണ്യാണ്, ഈ ഉമ്മത്തിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കാരുണ്യാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മളൊരു പെണ്ണിനെ ഈ പ്രായോഗികമായി ചിന്തിച്ച് നമ്മളൊരു പെണ്ണിനെ പിടിച്ച് പള്ളിയിൽ ഇമാമാക്കി നോട്ടിക്കൊള്ളി. ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവും ഇമാമ്? ഉണ്ടാവും. കമ്മിറ്റിക്കാർക്ക് പ്രായോഗികമായി ചിന്തിച്ചൊക്കെ ശമ്പളം കൊടുത്താൽ പോലാവും. അതുകൊണ്ടാണ് ആണിൻ്റെ അത്ര ഇബാദത്ത് ഉണ്ടാവില്ല, പെണ്ണിനുണ്ടാവില്ല. മാത്രമല്ല, അവിടെ എപ്പോഴാണ് അശുദ്ധിയാകുക എന്നുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അവരുടെ ശാരീരിക മാനസിക ശക്തികൾ പരിഗണിച്ചുകൊണ്ടും അവർക്കിതൊക്കെ ഇളവ് കൊടുത്തേക്കാണുള്ള. അവർക്ക് ജിഹാദിന് പോകാൻ നിർബന്ധമില്ല, ജുമക്ക് പോകാൻ നിർബന്ധമില്ല, ജമാഅത്തിന് പോകാൻ നിർബന്ധമില്ല. ഒക്കെ അല്ല എന്ത് ചെയ്തു? ഇതൊക്കെ ആർക്കും നിർബന്ധം? പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് അല്ല പറഞ്ഞാൽ വലീസ ആണ് പെണ്ണിനെ പോലെയല്ല. ഇത് ഏത് കാര്യത്തിൽ? ഏത് കാര്യത്തിൽ? ഒരു കാര്യത്തിലും. അതുകൊണ്ട് ഈ കാര്യമുള്ള പറയാൻ തന്നെ വലീസ ദക്കറുക്കല്ലുന്നുള്ള പറഞ്ഞല്ലോ. ഏത് കാര്യത്തിലും പറഞ്ഞോ? ഒരു കാര്യത്തിലും ഒരുപോലെയല്ല. അതുകൊണ്ട് നുബുവത്തിന്റെ വിഷയത്തിലും
അത് നമ്മൾ ചില പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഈ ജെൻഡർ ന്യൂട്രലിൻ്റെ ഒക്കെ കാലമാണല്ലോ. ഇപ്പോൾ സ്കൂൾ മുതലൊക്കെ അങ്ങനെ എന്താ പറയുക കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒന്നാണ്. അതൊക്കെ ഇപ്പോൾ കണ്ടിട്ട് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന ആൾക്കാർ നമുക്ക് ഓർമ്മ ഉണ്ടാവും. മുറങ്ങി സ്കൂൾ ഇട്ടാൽ ഒരു ഭാഗത്ത് കൂടെ ആൺകുട്ടികളും ഒരു ഭാഗത്ത് കൂടെ പെൺകുട്ടികളായിരുന്നു. ഇല്ല, എനിക്ക് ഓർമ്മയില്ലേ? ആൺകുട്ടികൾ വേറെ ഒരു സോണിൻ്റെ കൂടി ഇപ്പോഴോ ഇപ്പം നമ്മളെ കോമൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദമാക്കണമെന്നില്ല പറഞ്ഞു. അത് സമൂഹം പണ്ട് ആളും പെണ്ണും ഇല്ലല്ലോ. അപ്പം നമ്മളൊക്കെ പഠിച്ച കാലത്തും ആണുങ്ങൾ തന്നെയാണ്, പെണ്ണുങ്ങൾ തന്നെയാണ്. പക്ഷെ അന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് മെല്ലെ തകർന്ന് ഇങ്ങനെ പോണൊരവസ്ഥ ഉണ്ട്. അത് നമ്മുടെ മുൻഗാമികൾക്ക് അതില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷന്മാരാണ് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറിയം ബീവിയോ മറ്റൊന്നും പ്രവാചകൻ അല്ല എന്ന് പണ്ഡിതന്മാർ ഖുർആനിലും സുന്നത്തിലും വ്യക്തമാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ഫസ്അലു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കണം. അഹ്ല ദിക്റിനോട് നിങ്ങൾ ചോദിച്ചു നോക്കണം. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു നോക്കണം. അവിടെ അഹ്ലു ദിക്റിനും തഫ്സീർ 2 വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അഹ്ലു ദിക്ർ കൊണ്ട് ഉദ്ദേശം അഹ്ലു കിതാബാണ്. അപ്പൊ അഹ്ലു കിതാബിൽപ്പെട്ട വേദക്കാരായ ആളുകളോട് ചോദിച്ചു നോക്കി. അപ്പൊ അള്ളാഹ് പറയാണ്, മുമ്പ് മനുഷ്യന്മാരെയും പുരുഷന്മാരെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുള്ളൂ, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ എന്താ മലക്ക് വരാത്തത്? എന്താ വേദം പഠിച്ച പണ്ഡിതന്മാരുണ്ട്. ഇവരുടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം തൗറാത്തും ഇഞ്ചീലും 1-ാമത്തെ വ്യാഖ്യാന പ്രകാരം തൗറാത്തും ഇഞ്ചീലും പഠിച്ച വേദപണ്ഡിതന്മാരവിടെ ഉണ്ട്. അതിനകത്തൊക്കെ ഉണ്ട്. ചോദിച്ചു നോക്കി, ഏതെങ്കിലും വേദങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ അല്ലാതെ മലക്കുകളെ നബിമാരായി നിശ്ചയിച്ചതിന്റെ വല്ല രേഖയുണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ വേദക്കാരോട് ചോദിച്ചു നോക്കൂ. ഏത് വിഷയത്തിൽ? ഈ പറഞ്ഞ വിഷയത്തിൽ. ആ വേദക്കാരോട് ചോദിക്കേണ്ട വിഷയം ഏതാണ്? എല്ലാ വിഷയമല്ല. ഈ പ്രവാചകന്മാരെ മനുഷ്യന്മാരായിട്ടല്ലേ നിയോഗിച്ചത് എന്ന വിഷയമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേദക്കാരോട് ചോദിക്കാം. 2-ാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആനാണ്. ഇപ്പൊ ഖുർആൻ ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ. ആ ഇസ്ലാമിക പണ്ഡിതന്മാരോട് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. ഈ അർത്ഥപ്രകാരം അത് ഏത് വിഷയമാണ് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അടിസ്ഥാനം. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് എന്ത് ചെയ്യണം, ചോദിക്കണം. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. അപ്പോൾ വേദക്കാരോട് ചോദിക്കേണ്ട കാര്യം മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ആരെങ്കിലും മലക്കളുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്നുള്ളൊരു വ്യക്തമാണ് വേദക്കാർ അംഗീകരിക്കുന്ന കാര്യം. അതേസമയത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ദീനിന്റെ കാര്യം അറിയില്ല, നമ്മൾ ഒരിക്കലും ആ കാര്യം ചെയ്യാൻ പാടില്ല, സംസാരിക്കാം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഇൽമില്ലാത്തൊരു കാര്യം നീ എന്ത് ചെയ്യാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. വലാ തഖ്ഫു എന്ന് ഇമാം ബുഖാരി കൊടുത്ത് വെക്കണം, വലാ തഖുൽ, നീ പറയാൻ പാടില്ല. നിനക്ക് ഇൽമില്ലാത്തൊരു, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? എന്താ ഇൽമ് പറഞ്ഞാൽ? ഖുർആൻ ഇപ്പോൾ ഇൽമുണ്ട്, ലന്നുണ്ട്, സഅമുണ്ട്, ഒക്കെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാക്കിയാലും സംശയം ഉണ്ടാകാത്തതാണ്. അതാണ് ഇൽമ്. അപ്പൊ നമ്മൾ ചോദിക്കാം, എൻ്റെ വാപ്പാൻ്റെ പേരെന്താടാ? അടുത്തത് ഇതല്ലേ? അപ്പൊ അങ്ങനെ ആലോചിക്കുക, മേപ്പോട്ട് ഇൽമല്ല. ഒന്ന് അട്ടപ്പാതിന് നേരത്തെ ചോദിച്ചാലും എൻ്റെ വാപ്പാനെ ചോദിച്ചാൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അതാണോ എൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു സംശയം അബ്ദുള്ളല്ലേ? ഉറപ്പാ? ഉറപ്പല്ലേ? അതാണ് ഇൽമ്. ഓതറ ഫാത്തി പറഞ്ഞാൽ കൊല്ലല്ലാ ഓതിയാൽ ഇൽമല്ല. ഒരു ഫാത്തിഹ സൂറത്തായാലും, പക്ഷെ ഫാത്തിഹ സൂറത്ത് എന്താണ് അറിയാം. അത് സംശയമുണ്ടാക്കിയാലും ഉണ്ടാകാത്തേക്കും. അങ്ങനത്തെ കാര്യങ്ങളെ ദീനിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പറയാൻ പാടില്ല. ഒരു ചെറിയ ശക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അതാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ബാക്കി എന്താണ്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ഹൃദയവും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കണ്ടത്, എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് കേട്ടത്, എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്നത് പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടും എന്നുള്ളവർ.
അത് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇത് ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, മനുഷ്യരൂപത്തിൽ വന്നല്ലോ. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ദഹിയ റളിയല്ലാഹു അൻഹു രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാറുള്ളത്. കാരണം മലക്കുകൾ നല്ല ഭംഗിയുള്ള സൃഷ്ടിയാണ്. ദഹിയ നല്ല സുമുഖനായ സഹാബിയായിരുന്നു. പക്ഷെ ഇത് ആർക്കും പരിചയമില്ലാത്തൊരു അറാബിയുടെ രൂപത്തിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മുടിയൊക്കെ ചീകി വെച്ച് വന്ന് റസൂൽ എല്ലാവരും സാഹസിരിക്കാണ്. നബിൻ്റെ നേരെ മുന്നിക്കാണ് കാലോട് ചേർത്ത് വെച്ച് പറഞ്ഞു, മല്ലിസ്ലാം ചോദ്യമാണ് നബിനോട്. നബി ഉത്തരം പറയണം. അലിസ്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരിയാണ്. വന്നാൾ വെറുതെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞു ശരിയാണ്. അപ്പോൾ സഹാബത്തിന് അത്ഭുതം. മുപ്പരെന്നെ ചോദിക്കുകയും ചെയ്യുക, ഇനി പറഞ്ഞു ഉത്തരം ശരിയാണെന്ന് പറയും ചെയ്യുക. എൻ്റെ മൽ ഈമാൻ, ഈമാൻ കാര്യം ചോദിച്ചു. മൽ എഹ്സാൻ, എഹ്സാൻ ചോദിച്ചു. പിന്നെ ചോദിച്ചു മത്തസാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പം നബി ഇങ്ങനെ തല്ലി പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഇതൊക്കെ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാം, ജിബ്രീൽ പഠിപ്പിച്ചു തരാം നമുക്ക്. ഈ 3 കാര്യങ്ങൾ പ്രവാചകൻ അറിയുന്ന കാര്യങ്ങളാണ്. അത് നബി എന്ത് ചെയ്തു പറഞ്ഞു. 4ാമത്തെ ചോദ്യം അറിയില്ല. അപ്പം ഇങ്ങനെ മറുപടി പറയണ്ടേ? റസൂൽ പറഞ്ഞു, ലൈസൽ മസ്ഊലു അൻഹാ ബിഅലമിൻ അസ്സാഇൽ, ആ വിഷയത്തിൽ എനിക്കും അറിയില്ല, നിങ്ങൾക്ക് അറിയാത്ത പോലെ തന്നെ എനിക്കും അറിയില്ല. അപ്പൊ എനിക്കറിയില്ല എന്ന് പറയൽ ഒരറിവാണ്. എനിക്കറിയില്ല എന്നുള്ളത് അറിയൽ എന്താണ്? അതൊരറിവാണ്. ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, ജാമിഉ ബയാനിൽ ഇൽമി വഫളലിഹി എന്ന് പറയുന്നത്, ഇൽമിന്റെ ഫضൽ വിശദീകരിക്കുന്നു. അതിൽ ഒരു 50 പേജോളം അദ്ദേഹം കൊടുക്കണമെന്നറിയും. പണ്ഡിതന്മാരിൽ ലാ അതിൽ പറഞ്ഞതിന്റെ തെളിവ് ഇമാം മാലിക്കിനോട്, ഇമാം ഷാഫിയോട്, റസൂലുള്ളാഹിനോട്, സഹാബത്തിനോടൊക്കെ ചോദിച്ചപ്പോൾ ലാ അതിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മറുപടി ഉണ്ടല്ലോ, അത് മൊത്തം അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ഞമ്മക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് എന്തൊരു ബേജാറാണ്. ഞാൻ എൻ്റെ ഇത്രയും വലിയ ആളായിട്ട് ഇപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്ന് വിചാരിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് 40 ചോദ്യം ചോദിച്ച ഒരാൾ, വേറെ ഏതോ രാജ്യത്തു നിന്ന് അവിടുത്തെ ആളുകൾ 40 ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ദൂരെ യാത്ര ചെയ്ത് പറഞ്ഞ ഇന്നത്തെ പോലെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ മെട്രോ ട്രെയിനും ഫ്ലൈറ്റും ഒന്നുമില്ല. ഈ മരുഭൂമിയുടെ ചൂട് സഹിച്ചു വരണം. 40 ചോദ്യം ചോദിച്ചിട്ട് ഇമാം മാലിക് പറഞ്ഞു 4 മറുപടി അറിഞ്ഞു. ബാക്കി 36 ചോദ്യം ഇമാം മാലിക് പറഞ്ഞു ഇല്ലാഹദിലി, എനിക്കറിയില്ല. ആരാ ഇമാം മാലിക്? ഇമാം ദാറുൽ ഹിജ്റ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാമുഹദ്ദിത്തും മഹാപണ്ഡിതനുമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. അപ്പം ഇയാൾ അന്തം വിട്ട്, ഞാൻ എന്താ പിന്നെ കോമിനടുത്തെന്ന് പറയാ? ഇമാം മാലിക് അറിഞ്ഞില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ കോമിലേക്ക് ചെല്ലു, ഇമാം മാലിക് പറഞ്ഞിരിക്കുന്നു എനിക്കറിയില്ല, ലാ അദ്രി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാ. അവിടെ ഷെയിമില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ദീനിന്റെ വിഷയം നമുക്കറിയാം. അതാണ് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്കൊരു കാര്യത്തിൽ ഇൽമില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? നിങ്ങൾ ഇൽമുള്ളവരോട് ചോദിക്കണം. ആ ചോദിക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കാം. പ്രായം നോക്കിയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂദാവൂദിന്റെ ഉസ്താദാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് മഹാപണ്ഡിതനാണ്, വലിയ മുഹദ്ദിസാണ്. ഇമാം അഹമ്മദിന്റെ ശിഷ്യനാണ് ആര്? ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി സുനൈദ്. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരുപാട് ഹദീസുകൾ ആരിൽ ഉദ്ധരിച്ചിട്ടുണ്ട്? അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. തൻ്റെ ശിഷ്യനിൽ നിന്ന് ആരുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പങ്കെടുക്കുന്ന സദസ്സ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ദർസിൽ ഇമാം മാലിക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, തഹ്ലീൽ അസാബി എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒതെടുക്കുമ്പോൾ വിരലുകൾ ഇങ്ങനെ കാലിൻ്റെ വിരലിട്ട് നമ്മൾ കയ്യിൻ്റെ വിരലിട്ടിട്ട് എന്ത് ചെയ്യുക? കഴുകണം. നമ്മളൊക്കെ പിന്നെ കാലിൽ പൈപ്പ് തിരിക്കുക, കാല് ചുട്ടിക്ക് അടിച്ചെടുക്കുക. നമ്മൾ സർക്കസാണ്, നമ്മളെ ഒതൊക്കെ എന്ന് പറഞ്ഞാൽ യാന്ത്രികമാണ്. അത് വേറെ വിഷയം പറയണ്ട. കയ്യിൻ്റെ വിരലും കാലിൻ്റെ വിരലൊക്കെ ശരിക്കും വിരലിട്ട് കഴുകണം. അപ്പൊ ഈ തഹ്ലീൽ അസാബി വേണ്ടതുണ്ടോ എന്ന് ഇമാം മാലിക്കിനോട് ഒരാൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എൻ്റെ ആവശ്യമില്ല, വെള്ളം പറഞ്ഞാൽ മതി പറഞ്ഞു. അങ്ങനെ ദർസ് കഴിഞ്ഞ്
ആ സദസ്സിലുള്ള ഒരു ശിഷ്യൻ, സാധാ ശിഷ്യൻ, അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഷേഖെ, ഈ വിഷയത്തിൽ ഒരു ഹദീസ് എൻ്റെ അടുക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ വിഷയം ചോദിച്ചപ്പോൾ പ്രവാചകൻ അതേ തഹില സമയ വേണം എന്നൊരു പ്രവാചകൻ സവാസം ചെയ്ത് കാണിച്ചു കൊടുത്ത സംഭവം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇമാം മാലിക് എന്ന് പറഞ്ഞു, ഓ, എനിക്കിട്ടാത്ത ഹദീസ് ഇപ്പം ഞാൻ കിട്ടി. നമ്മളാണെങ്കിലും ചോദിക്കും, ഞാൻ ഇത്ര വലിയ പണ്ഡിതൻ, എനിക്ക് കിട്ടാത്ത ഹദീസ് ഞാൻ കിട്ടി. അങ്ങനെയല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും എന്നിട്ട് ആ റാവി പറയാണ്, പിന്നീട് ഇമാം മാലിക്കിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ തൻ്റെ ശിഷ്യൻ പറഞ്ഞു കൊടുത്ത ഹദീസാണ് ആര് പറഞ്ഞത്? ഇമാം മാലിക് പറഞ്ഞു. അപ്പം നമ്മുടെ മുൻഗാമികൾക്കൊക്കെ വിവരം ഇല്ല എന്ന വിവരം അവർക്ക് എന്തുണ്ടായിരുന്നു? ഉണ്ട്. നമുക്കില്ലാത്തത് അതാണ്. നമ്മുടെ കൗമിലില്ലാത്ത എന്താണ്? എനിക്ക് വിവരമില്ല എന്നുള്ള വിവരം ഇല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഇൽമിന് 3 ദർജ ഉണ്ടെന്ന് പറയാം. ഇൽമിന് 3 ദർജ ഉണ്ട്. ഒന്നാമത്തെ ദർജ എന്ന് പറഞ്ഞാൽ മുറിവൈദ്യൻ്റെ ദർജ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് കിതാബ് ആ അറബിക് കോളേജ് 2 കൊല്ലം പോയി, ഇവിടെ 3 കൊല്ലം പോയി, പിന്നെ അവിടെ 2 കൊല്ലം അതിൻ്റെ അക്കത്ത് കൂടെ പോയി, പിന്നെ ഓനേക്കാരൻ വലിയ ആലിം, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രൊഫസറേക്കാണ്. ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി അങ്ങനെയുണ്ടോ? ഓന് പിന്നെ ദുനിയാവിൻ്റെ ഭൂമിക്ക് മുകളിൽ ആകാശത്തിൻ്റെ ചോട്ടുള്ള എല്ലാത്തിനും അവന് മറുപടി ഉണ്ടാവും. അത് റസൂൽ പറഞ്ഞ് വല്ലോ ഫാബിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ ഓനാണ് വലിയ ആലിമീങ്ങൾ. റസൂൽ പിന്നെ പണ്ഡിതന്മാർ കുറച്ചും കൂടെ അവർ പഠിച്ചു. ഈ മുറിവൈദ്യം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അവർ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തോന്നും എന്ത്, എനിക്ക് ഇനിയും പഠിക്കാണ്ട്. അതാണ് ഇവൻ്റെ 2ാമത്തെ ദർജ. എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്നൊരാൾ തോന്നുമ്പോഴാണ് അയാൾക്ക് ഇൽമിൻ്റെ 2ാമത്തെ ദർജത്ത്. പിന്നെയും അയാൾ ഒരുപാട് പഠിച്ചു. അപ്പം അയാൾക്ക് തോന്നുന്നത് അറിയാം, എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് പഠിച്ചു എന്നല്ല തോന്നുന്നു, എനിക്കൊന്നും അറിയില്ല. അതാണ് പറഞ്ഞത് നിസ്ഫുൽ ഇൽമില്ല അദ്രി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൽമിൻ്റെ പകുതി എത്തണമെങ്കിൽ അയാൾക്ക് ആദ്യം എന്തറിയണം? ലാ അദ്രി എന്ന ബോധം വേണം. എനിക്കറിയില്ല എന്ന ബോധ്യം അയാൾക്ക് ഉണ്ടാകുമ്പോഴേ അയാൾ ഇൽമിൻ്റെ എവിടേക്കെത്തുള്ളൂ? പകുതിക്കെത്തുള്ളൂ. അതെത്തണമെങ്കിൽ എന്ത് വേണം? നല്ലോണം ഇൽമ് വേണം. ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്കൊക്കെ ദീൻ്റെ വിഷയത്തിൽ ഇടപെടുന്നവരാണ്. നമ്മളോട് പല ആളുകളും പല സംശയങ്ങളും ചോദിക്കും. സാധാരണക്കാർ ചോദിക്കാന്ന് വെച്ചാൽ നമ്മളൊക്കെ വലിയ പണ്ഡിതന്മാരാണെന്നാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇനി ഒരു പ്രസംഗം ഒരാൾക്ക് അയച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നമ്മളാ ചോദിക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ സംശയങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എതിർപ്പൊന്നുമില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന വിഷയം നമുക്ക് 100% ഉറപ്പുള്ളതും ഖുർആനും സുന്നത്തിനോട് യോജിക്കുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ സഹാബത്തിൽപ്പെട്ടവർ ഒരു സംഘം യാത്ര പോയി. അപ്പോൾ അതിലൊരാൾക്ക് പരിക്ക് പറ്റി, മാരകമായ പരിക്ക് പറ്റി. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ അശുദ്ധി ഉണ്ടായി. പക്ഷെ ആ വലിയ അശുദ്ധി ഉണ്ടായപ്പോൾ സഹായ തൻ്റെ യാത്രികരോട് ചോദിച്ചു, എനിക്ക് വലിയ പരിക്കുണ്ട്, നല്ല ശക്തമായ പനിയുണ്ട്, പിന്നെ എനിക്ക് കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അവരൊന്ന് കുളിക്കണം. അദ്ദേഹം കുളിച്ചു, അദ്ദേഹം മരിച്ചു. സഹാബത്തിൻ്റെ ഇന്നത്തെ സംഭവം. ഇത് യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കിലേക്ക് അവർ വന്നു. ഈ വിവരം പറഞ്ഞ റസൂലുള്ളാഹി അതിശക്തമായി കോപിച്ചു. നിങ്ങൾ ആ മനുഷ്യനെ കൊന്നു കളഞ്ഞിരിക്കുന്ന നബി പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ കൊന്നിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ശിഫാഉൽ അയ്യി അസ്സുആൽ, വിവരമില്ലായ്മയുടെ മരുന്ന് ചോദ്യമാണ്. എനിക്കൊരു കാര്യം വിവരമില്ലെങ്കിൽ അതിൻ്റെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവനോട് ചോദിച്ചു. അവനോട് ഇപ്പം ഞാനെങ്ങനെ ചോദിക്കുക? അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നിഅമൻ നിസാഉൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ് എന്ന്. കാരണം എന്താ പറയുക? മാ യംനഉന അൽ ഹയാഉ മിനൽ ഇൽം, അവരെ ഇൽമ് സ്വീകരിക്കുന്നതിന് ഹയാ, ലജ്ജ തടഞ്ഞിട്ടില്ല. ഞാൻ പെണ്ണുങ്ങളോട് ചോദിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ നബിക്ക് പോലും ലജ്ജാവും. അപ്പം നബി എന്താ പറയുക? ആയിഷ ബിക്ക് റെഫർ ചെയ്യും. ഇനി പറഞ്ഞു കൊടുക്കുക ആയിഷ. കാരണം നബിക്ക് ഒരു സ്ത്രീകളിൽ നിന്ന് ചോദിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞുകൊണ്ട് അറിയാഞ്ഞിട്ടല്ല, നബി ഒരു പുരുഷനല്ലേ. പെണ്ണുങ്ങളെ വിഷയം ചിലപ്പോൾ നബി എന്ത് ചെയ്യും? ആയിഷ ബീനോട് മറുപടി. അങ്ങനെ വരെ ചോദിക്കുന്ന പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇൽമിൻ്റെ വിഷയം നമുക്കറിയില്ലെങ്കിൽ ഒരാളോട് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
അതാണ് അള്ളാഹു ഫസ്അലു അഹ്ല ദിക്രി. അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശിച്ച് ഖുർആൻ പഠിച്ച ആളുകളാണെങ്കിൽ അവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇനി നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മളത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എന്താ ഉണ്ടാച്ചാൽ റസൂലുള്ളാഹി ഖിയാമത്ത് നാൾ അടയാളം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ അടയാളത്തിൽപ്പെടുത്താൻ യുർഫഉൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും. ഇത് ജനങ്ങൾ എന്ത് ചെയ്യും? ഇൽമില്ല ഇത്തഖദന്നാസു റൂസുൻ ജുഹാല, ജാഹിലിയങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കും. എന്നിട്ട് അവരോട് ആളുകൾ ഫത്വ ചോദിക്കും, അവർ ഫത്വ കൊടുക്കും. വല്ലൂ അദല്ലു, ആ ഫത്വ കൊടുക്കുന്നതോടുകൂടി അവർ സ്വയം വഴിതെറ്റി അവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്യും. രണ്ട് കുറ്റമായി കണ്ടത്. പിന്നെ എത്ര ആളുകൾ തൻ്റെ ഈ ഫത്വ എടുത്തിട്ട് വഴിതെറ്റി പോകുന്നുണ്ടോ അതിൻ്റെ എല്ലാം കുറ്റവും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ദീനിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയില്ലെങ്കിൽ ആളുകളോട് ചോദിക്കുക. ചോദിക്കുന്നതിലുള്ള വലുപ്പച്ചെറുപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പരിഗണിക്കാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടി, റസൂൽ മരിക്കും 18 വയസ്സുള്ളൂ. ഇബ്നു അബ്ബാസ് 18 വയസ്സ് എന്ന് പറഞ്ഞാൽ +2കാരൻ്റെ വയസ്സുള്ളൂ. ആര് മരിക്കുമ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ. ഇബ്നു അബ്ബാസിനെ കുറിച്ച് റസൂൽ പറഞ്ഞ എന്താ പറയുക, ഈ സഹാബത്ത് മൊത്തത്തിൽ പറഞ്ഞ ഹിബ്റുൽ ഉമ്മ എന്നാണ്. ഹിബ്റുൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ പണ്ഡിതൻ. അൽ ബഹർ എന്നാണ് സഹാബത്തെ വെച്ചത്. ബഹർ എന്നാണെന്ന് അറിയാം, സമുദ്രം, ഇൽമിൻ്റെ സമുദ്രമാണ് ഇബ്നു അബ്ബാസ്. 18 വയസ്സായിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ സദസ്സിലൊക്കെ ഉമർ റളിയല്ലാഹുവിൻ്റെ മന്ത്രിസഭ ഉണ്ടല്ലോ, കൂടിയാലോചിക്കണം. മന്ത്രിസഭയിൽ മെമ്പറായിരുന്നു ആര്? ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയല്ലേ, 18 വയസ്സിലായിട്ടുള്ളൂ. ഒരു 18 ഉമർ കാലത്തിന് 20 വയസ്സ് 21 വയസ്സുണ്ടാവും. മുഹാജിറുകളിലും അൻസാരികളിൽപ്പെട്ട വലിയ കാരണന്മാരുണ്ട്, പ്രായമുള്ള ആൾക്കാർ. ഓരൊക്കെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ മറ്റു മന്ത്രിമാരും മുസ്തശാർ. ഓരടിയിൽ ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടി ഇങ്ങനെ പോൽക്ക് ചെറിയ അസ്വാരസ്യം. എന്താ ഇബ്നു അബ്ബാസ് ഇവിടെ കാരണം അങ്ങനെ ഉണ്ടല്ലോ, കാരണന്മാരിക്കുന്നത് കുട്ടിക്ക് ചില കാരണന്മാർക്ക് അങ്ങനത്തെ ഒരു ഈഗോ ഉണ്ടാവും. അപ്പൊ ഉമർ റളിയല്ലാഹു ഈ ഈഗോ മനസ്സിലാക്കിയിട്ട് പറഞ്ഞെന്ത് എന്നാ ശരി, ഇബ്നു അബ്ബാസ് ഒരു ചോദ്യം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത് എന്ന സുഹൃത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ത് ഉണ്ടായി, ഇതെന്ത് ചെയ്യണം, പിന്നെ തസ്ബീഹും തഹ്ലീലൊക്കെ റസൂൽ വർദ്ധിപ്പിക്കണം. എന്താണ് ഇബ്നു അബ്ബാസിനെ വെച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നബി മരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്ത് അടുത്തിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിക്ക് ഇശാറത്ത് കൊടുത്തതാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞത് ശരി. അതുകൊണ്ടാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഇറങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അതാണ് ഇൽമ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൽമുള്ളവരെ ആദരിക്കാതെ ചെറിയ കുട്ടിയാണെങ്കിലും ഈ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ചോദിച്ചു. ഇപ്പം നമുക്കറിയാത്തൊരുപാട് കാര്യം നമ്മളെക്കാൾ ചെറിയ ആളുകൾക്കറിയും. അങ്ങനെയുണ്ടല്ലോ. സാധാരണ ഇപ്പോൾ പിന്നെ ഐസക് ന്യൂട്ടൻ്റെ കഥ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കും. ചെറിയ വലിയ പിന്നെ ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചെറിയ കാര്യം ചിന്തിക്കാൻ കഴിയുന്നില്ല. ഐസക് ന്യൂട്ടൻ്റെ വീട്ടിൽ പിന്നെ ഒരു പട്ടിക്ക് കൂടുണ്ടാക്കണം, ചെറിയ പട്ടീൻ്റെ വലിയ പട്ടിയുണ്ട്. അപ്പോൾ ന്യൂട്ടൻ പറഞ്ഞത് എന്ത്, ആശയങ്ങൾ 2 വാതിൽ ഉണ്ടാക്കണം. ഒന്ന് വലിയ വാതിൽ വലിയ പട്ടിക്കും, ചെറിയ വാതിൽ ചെറിയ പട്ടിക്കും. അപ്പോൾ ആശാരി പറഞ്ഞല്ലോ ഒരു വാതിൽ പോലെ വലിയ വാതിൽ പോലെ ചെറിയ പട്ടി. അപ്പോൾ അത് ചിന്തിച്ചില്ല. അപ്പോൾ നമ്മൾ വലിയ ചില ആൾക്കാരെ ചിലപ്പോൾ ചെറിയ കാര്യം ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു മനസ്സിൽ ഒന്നുള്ളതില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തികഞ്ഞു നമുക്കൊക്കെ അറിയാമെന്നുള്ളത് നമ്മുടെ കിബറിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ്. അത് ഒരു മനുഷ്യനെ നശിപ്പിക്കുമെന്നാണ് ഇബ്ലീസ് നശിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കണം. അതിന് യാതൊരു ലജ്ജയും നമുക്ക് കാണിക്കാൻ പാടില്ല. അതല്ലാതെ ഇൽമില്ലാതെ ദീൻ്റെ വിഷയം ഒരിക്കലും നമ്മൾ സംസാരിക്കാനും പാടില്ല. അത് കൃത്യമായി ഇപ്പം നിങ്ങൾ ആലോചിച്ച് ലോകത്ത് പിഴച്ച കക്ഷികൾ ഒക്കെ അധികം പിഴക്കാൻ കാരണം എന്താ പറയുക, അവരുടെ നേതൃത്വം ഇൽമില്ലാത്ത ഖവാരിജികളെ പറ്റി നബി പറഞ്ഞ എന്താ പറയുക, ഹുദസാഉൽ അസ്നാൻ, പുതിയ പല്ലുള്ള ആൾക്കാരെന്നാണ്. പുതിയ പല്ലുള്ള ആൾക്കാരെന്ന് പല്ലൊക്കെ വെച്ച് പല്ലില്ല. പിന്നെന്താ, ഒരു പല്ല് മുഴുവൻ വന്നില്ല, പ്രായം കുറഞ്ഞ ആൾക്കാരാണ് വെച്ചുപോയി. ഒരു നേതൃത്വം ആരെയാണ്, ഒക്കെ കുട്ടികളാണ്. തബ്ലീഗ് ജമാഅത്ത് അവർ പണ്ഡിതന്മാർ വളരെ സിനിമയിലെ പണ്ഡിതന്മാരുടെ വലിയ കച്ചറ. അതുപോലെ പണ്ഡിതന്മാർ ലിസ്റ്റ് കൊടുക്കട്ടെ, ഇവൻ ഭാഷ ഇവനെ പോലെ പണ്ഡിതന്മാർ ആകെ സംസാരമുണ്ടാവും.
പിന്നെ ആരെ ദഅവത്തിറത്തുന്നത്? ഈ സാധാരണക്കാർ, കച്ചവടക്കാരും ഇവരൊക്കെയാണ് ദഅവത്തിറത്തുന്നത്. ഇഖ്വാൻ മുസ്ലിമും, ഹസനുൽ ബന്ന, അതുപോലെ തന്നെ സയ്യിദ് ഖുത്ബ്, ഇവരൊക്കെ എഞ്ചിനീയർമാരാണ്. ഡയറക്റ്റ് ദീൻ പഠിച്ച് തദറുജ് ചെയ്യുന്നവരല്ല. അതേപോലെ തന്നെ ലോകത്ത് ഏത് പിഴച്ച കക്ഷി, ഇപ്പോൾ മൗദൂദി സാഹിബിന് എടുത്തു നോക്കി, ജമാഅത്ത് ഇസ്ലാമിൻ്റെ മൗദൂദി സാഹിബ് ഇതുപോലെ ഉസ്താദിന് പഠിച്ചില്ല. മൗദൂദി സാഹിബ് ഹൈദരാബാദിൽ പത്രപ്രവർത്തകനായിരുന്നു. ആ പത്രപ്രവർത്തകൻ പഠിച്ച് വായിച്ചിട്ട് ആലിമയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തും എന്ത് ചെയ്തു, നമ്മൾക്ക് പരമ്പരയായി കിട്ടിയതുപോലെ തന്നെയാണ് എന്ത് കിട്ടിയത്, ഇൽമ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ കൊടുത്തു കാണും, ഇന്ന ഹാദൽ ഇൽമു ദീൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ദീൻ എന്ന് പറഞ്ഞാൽ, ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ ദീനാണ്. ഖുർആനും സുന്നത്തുമുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണോ ദീൻ പഠിക്കുന്നത് നിങ്ങൾ നല്ലോണം നോക്കിക്കോളി. ചില ആൾക്കാരുണ്ടാവും, മൂപ്പര പ്രശ്നം കേട്ടാൽ എന്താ കുഴപ്പം എന്താ വെച്ചാൽ ഇപ്പം മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് പിഴച്ച കക്ഷികളുടെ സംസാരങ്ങളും മറ്റൊന്നും സാധാരണക്കാർ കേൾക്കുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ എന്തുണ്ടാവും, അതിൽ പെട്ടുപോകുമെന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ സമയം ശ്രദ്ധിക്കുക. ഇൽമ് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഇൽമ് പഠിച്ച ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൽമ് സ്വീകരിക്കാനും പറ്റുള്ളൂ. അത് ഏത് ഇൽമാണ്. സാധാരണ പിന്നെ സ്കൂളിൽ ഇൽമല്ല ഞാൻ പറഞ്ഞത്, 1, 2 കൂട്ടിയാൽ കണാരമാശെന്ന് പഠിക്കാം, മനസ്സിലല്ലേ? പക്ഷെ ഒന്നും പിന്നെ കൂട്ടിയിട്ട് 2 എന്ന് പറഞ്ഞ് ആ ദൈവം 2 ഉണ്ട് കണാരാമാശം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പറ്റും. പണ്ട് ഉസ്മാൻ ഡോക്ടറെ പറ്റി റഹ്മുള്ള, അദ്ദേഹം ആദ്യം യുക്തിവാദിയായിരുന്നല്ലോ. അദ്ദേഹം പിന്നെ ഈ യുക്തിവാദിയായിരുന്നു, ഡോക്ടറായിരുന്നു. അദ്ദേഹം ഈ നാടകമൊക്കെ കളിച്ച് നടക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ സാധാരണ മുസ്ലിം പോക്കറ്റുകളിൽ അള്ളല്ല നിങ്ങളെ സ്ഥാപിക്കാറ് ഒരു കുട്ടിൻ്റെ ചിത്രം വരക്കും. ഏത് വരക്കും? അള്ളാഹ്ക്ക് കണ്ണുണ്ടാ? കാരണം നമ്മളെ കൗമിൽ അങ്ങനെ വിശ്വസിക്കണം. അശരിയാക്കൾക്ക് അള്ളാഹ് സിഫത്തില്ലല്ലോ. അള്ളാഹ്ക്ക് കണ്ണുണ്ട്, കാരണം അത് വിശ്വസിക്കണില്ലല്ലോ. അപ്പോൾ ചോദിക്കും, ഒക്കെ ഖുറാഫി കുട്ടി പിന്നെ സമസ്ത കുട്ടികൾ, അള്ളാഹ് കണ്ണില്ല, അപ്പോൾ കണ്ണ് വായിക്കും. അള്ളാഹ് കാലുണ്ടാ? ഇല്ല, അപ്പോൾ കാല് വായിക്കും. അള്ളാഹ് കൈയുണ്ടോ? കൈയില്ല. തല ഉണ്ടോ? തലയില്ല, ഒക്കെ വായിക്കും. കുറച്ച് എല്ലാം വായിച്ചു. അപ്പം അള്ള ഉണ്ടാവോ? അള്ളല്ല. എവിടെ അള്ളാഹ്? ഇങ്ങനെ പറഞ്ഞിരുന്നാണ് ഉസ്മാൻ ഡോക്ടർ റഹ്മഹുള്ള, അള്ളാഹു ഹിദായത്ത് കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ആളെടുത്ത് നമ്മൾ ഇരുമ്പെടുത്ത് എന്താവും, പേച്ചോ എന്താ പ്രസംഗം, ചിലക്കാരൻ അവർ കേട്ടിരുന്നു ഇരുന്ന് അവസാനം നരകത്ത് കടന്നുകൊണ്ടിരും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ ആദർശത്തിന് സമയം ഇല്ലാത്ത സമയം അവസാനിപ്പിക്കണം. ഇസ്ലാമിൻ്റെ ആദർശം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചെറിയ, ഇപ്പം നമ്മൾ സാധാരണ ഫ്യൂസ് ഇട്ടില്ല, നിങ്ങൾ ഫ്യൂസ് ഇട്ടില്ലേ? ഫീസ് നമ്മൾ വലിയ ഈ ലൈന് കമ്പി കൊണ്ടാണ് കെട്ടുന്നത്. ഫീസ് എങ്ങനെ കെട്ടുന്നത്? ചെറിയ കമ്പി, ആ കമ്പിമ കൂടെ കറണ്ട് തന്നെ, അതാണ് പൊട്ടിയാൽ കഴിഞ്ഞ ക്ലാസ്. ഇതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ആദർശം. ഒരു ഫീസും കമ്പിയാണ്. അത് ചിലപ്പോൾ ഒരു അക്ഷരക്കാരൻ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചരിത്രം ശബ പിന്നെ അടുത്ത ആഴ്ച പറയാം. ഇമാം അഹമ്മദ് ബിൻ ഹംബലും അഹ്ലുസുന്നയും വേർതിരിഞ്ഞ് ഗൈർ എന്ന പദത്തിലാണ്. ഖുർആൻ മഖ്ലൂഖ എന്ന് പറഞ്ഞു, ഇവർ മഖ്ലൂഖല്ല, അല്ല എന്ന പദം. അന്ന് അഹ്ലുസുന്നയും അഹ്ലു ബാത്തിലും തമ്മിൽ വേർതിരിഞ്ഞ അല്ല. ഖുർആൻ മഖ്ലൂഖാണ്, ഒരു അല്ല. ആ അല്ല പറഞ്ഞാൽ അഹ്ലുസുന്ന പൊളിഞ്ഞു. ശരി, അല്ല പറഞ്ഞാൽ എന്ത്? ഇത് അഹ്ലുസുന്ന പൊളിഞ്ഞു. അതുപോലെ തന്നെ ഇമാം മാലിക്കിൻ്റെ കാലഘട്ടത്തിൽ റഹ്മാൻ അൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞു, ഒരു ഇസ്തൗല എന്ന് പറഞ്ഞു, ഒരു ലാമ്. അന്ന് അഹ്ലുസുന്നയും അഹ്ലുസുന്ന അല്ലാത്തതും തമ്മിൽ വ്യത്യാസം എന്താ? ലാമാണ്. ആ ലാമൂല നിൽക്കുന്ന ഇസ്ലാം. നബിയും അബൂജാലും തമ്മിൽ വ്യത്യാസം എന്താ? ലായിലല്ലേ? ആ ലായിലല്ലേ ലായും ഇല്ലയും കളഞ്ഞാലോ അബൂജാൽ നിൽക്കണ്ടോ? അന്ന് ഇലാഹെന്ന കാര്യത്തിൽ അബൂജാൽ നിൽക്കണ്ടോ? ഇല്ല. ഇസ്ലാം ഇന്ന് എവിടെയാണ്? ആ ലായും ഇല്ലയും. ഇപ്പം നമ്മൾ സാധാരണ പറഞ്ഞു പിന്നെ അള്ളാഹുവിന് മാത്രം ഇസ്ലാം നിൽക്കണവിടെ ഈ മാത്രത്തിനാണ്. മാത്രം എന്തെങ്കിലോ പൊടിഞ്ഞ്. അപ്പം എപ്പോഴും പറഞ്ഞൊരു ഫീസും കമ്പിയോ ചെറിയൊരു വാചകവും ചെറിയൊരു അക്കീത ഉണ്ടാവും. ഇപ്പം നമ്മൾ സാധാരണ പിന്നെ ഈ ജിന്ന് വിഷയത്തിൽ പറയും, ജിന്ന് ഭൗതികം അഭൗതികം, ഒരു ആമല വ്യത്യാസം. ഒരു ആ തിരിയാതിരുന്നാൽ തൗഹീദില്ല. ആ മനസ്സിലാകാനുണ്ടാവും, തൗഹീദില്ല. മനസ്സിലായി? അതുകൊണ്ട് അപകടം ഉണ്ടാവും.
ഇപ്പോൾ ഇതൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസത്തിലാണ് ആളുകൾ പയച്ചു പോവുക. അപ്പോൾ അത് നമ്മളെന്താ വെച്ചാൽ എപ്പോഴും ഇൽമെടുക്കാൻ ശ്രദ്ധിക്കണം. ഇൽമുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം കുറച്ച് വൈകിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു നല്ലവരായ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.